ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എമീസ് ഫെയറി ടെയിൽ. ഇന്ന് നമുക്ക് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഏമിക്കുട്ടിയുടെ ഫസ്റ്റ് ടൈം സ്കൂൾ വിസിറ്റ്. നമ്മളിവിടെ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. സോ ഇവിടെയുള്ള സെയിൻറ്റ് ആൻ്റണി ക്ലാരറ്റ് സ്കൂളാണ് നമ്മൾ ഏമിക്കുട്ടിക്കായിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. സോ ഈ കാണുന്നതാണ് ഏമിക്കുട്ടിയുടെ സ്കൂളിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ അഡ്മിഷനൊക്കെ ഓൾറെഡി എടുത്തു. ജൂണിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ലൈക്ക് യൂണിഫോം, ID കാർഡ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് സ്കൂളിലേക്ക് വന്നത്. ഇനി ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സോടും കൂടിയാണ് സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നത്. നേരെ പോകുന്ന സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ്. ഇന്ന് NCCയുടെ എന്തോ ഇവൻറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ചധികം NCC കേഡറ്റ്സ്മാരെ നമുക്കവിടെ കാണാൻ സാധിച്ചിരുന്നു. എല്ലാവരും യൂണിഫോമിൽ നിൽക്കുന്നതും അതുപോലെ അവരുടെ ഗണ്ണും അങ്ങനെ എല്ലാം എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കുറച്ച് നേരം അവൾ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടായിരുന്നു. വന്ന കാര്യം മറന്നിട്ടാണ് നമ്മൾ ഈ കാഴ്ചയൊക്കെ കണ്ടു നിന്നത്. പിന്നെ നമ്മളതെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഡ്മിഷൻ പോർട്ടലിലേക്ക് പോവാണ്. സോ സൈഡിലായിട്ട് നമുക്ക് കാണാം ബാസ്കറ്റ്ബോൾ കോർട്ടും കുറേ കുട്ടികളൊക്കെ കളിക്കുന്നത് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണ് ഈ ഇമീഡിയറ്റ് ശ്രദ്ധയിൽ അവിടെ ഒരു ചെറിയ പ്ലേ ഏരിയ കണ്ടുപിടിച്ചത്. അവിടെ പോകണമെന്ന് ഇനി വാശി പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് യൂണിഫോമും ID കാർഡും അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പാർക്കിൽ കേട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം കേട്ട് ഹാപ്പിയായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഏമി സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് ചെന്ന് നമ്മൾ ഏമിക്കുട്ടിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആധാർ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷനൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ യൂണിഫോം മെഷർമെൻറ്റിനും ID കാർഡിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നതിനുള്ള നീണ്ട ക്യൂ ആയിരുന്നു. സോ അതിനിടയ്ക്ക് ഏമിക്കുട്ടിയൊക്കെ ഓരോരുക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ട്സിനോടൊക്കെ മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഷൂസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നതിനുള്ള ക്യൂ ആയിരുന്നു. അങ്ങനെ ഏമിക്കുട്ടിയുടെ ടേനും വന്നു. ഏമിക്കുട്ടി ഭയങ്കര കൂളായിട്ട് ചെയറിൽ കയറിയിരുന്നു. ഈ അങ്കിളാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. സോ അവിടെ കുറച്ചധികം ഷൂസ് ഉണ്ട്. അതിൽ ഏമിക്ക് സ്യൂട്ടാവുന്ന ഒരു ഷൂസ് ഇപ്പോൾ ഉള്ള സൈസിൽ നിന്നും നെക്സ്റ്റ് സൈസാണ് അങ്കിൾ ചൂസ് ചെയ്തത്. ബിക്കോസ് നമുക്ക് 1 ഇയർ ആ ഷൂസ് യൂസ് ചെയ്യണമല്ലോ. ഇതിപ്പോൾ ഫെബ്രുവരി മന്ത് ആയിട്ടുള്ളൂ. നമുക്ക് അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിയും 4 months ഉണ്ട്. അതുകൂടാണ്ട് ഇനി ഒരു 1 ഇയറും കൂടി നമുക്കത് യൂസ് ചെയ്യണം. സോ അങ്ങനെ ഏമിക്കുട്ടിയുടെ ഷൂസിൻ്റെ സൈസൊക്കെ ഫൈനലൈസ് ചെയ്തു. ID കാർഡിനുള്ള ഫോട്ടോ സെഷനും കഴിഞ്ഞു. യൂണിഫോമിൻ്റെ മെഷർമെൻറ്റും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൻ്റെ റിസപ്ഷൻ ഏരിയയിലെത്തി. അപ്പോഴാണ് ഏമിക്കുട്ടി അവിടെ ഇരിക്കുന്ന അക്വേറിയം പെട്ടെന്ന് നോട്ടീസ് ചെയ്തത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഏമിക്കുട്ടി നോർമലി കാണുന്ന അക്വേറിയത്തിലെല്ലാം സ്മോൾ ഫിഷാണ്. ഇവിടെ ഈ അക്വേറിയത്തിൽ കണ്ടതെല്ലാം അത്യാവശ്യം സൈസുള്ള ഫിഷുകളായിരുന്നു. സോ അങ്ങനെ ഏമിക്കുട്ടി അതെല്ലാം കണ്ടു, അതിൻ്റെ കൗണ്ടൊക്കെ എടുത്തു, അതിൻ്റെ കളറൊക്കെ സ്പെസിഫൈ ചെയ്തു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ പുറത്തിറങ്ങി. നേരെ ഇറങ്ങുമ്പോഴേ നമുക്ക് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ബാസ്കറ്റ്ബോൾ കോർട്ട് കാണാം. സോ അവിടെ ഏമിയുടെ ഫ്യൂച്ചർ സ്കൂൾ മേറ്റ്സ് ആയിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ബാസ്കറ്റ്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ഏമി കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെ ഏമി മറന്നിട്ടില്ലാട്ടോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പ്രോമിസ് എല്ലാം കഴിയുമ്പോൾ പാർക്കിൽ കൊണ്ടാന്നുള്ളത്. സോ നേരെ ഞങ്ങൾ പാർക്കിലേക്ക് പോയി. എങ്കിൽ നമ്മൾ കുട്ടികളോട് പറഞ്ഞ പ്രോമിസ് അത് നമ്മൾ തെറ്റിക്കാൻ പാടില്ലല്ലോ. സോ ഏമി നേരെ ഏമിയുടെ പാർക്കിലേക്ക് കയറി ചെന്നു. അവിടെയുള്ള റൈഡ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടം സ്ലൈഡ് ചെയ്യാനാണ് കേട്ടോ. ഫസ്റ്റ് അവൾ പോയത് സ്ലൈഡിങ്ങിലേക്ക് തന്നെയാണ്. അങ്ങനെ അവിടെയുള്ള ഓരോരുത്തരും ഏമി കയറി അതെല്ലാം ഒന്ന് കണ്ട് ഈ കുട്ടികൾക്ക് പുതിയതായി കാണുന്ന എല്ലാത്തിനോടുള്ള ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഏമിക്കുട്ടിക്ക് ഈ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് മടിയാണ്. ഒരു ടെൻഷനോ പേടിയോ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ നമ്മളത് പ്രോത്സാഹിപ്പിക്കാറാണ്, എൻകറേജ് ചെയ്യാറാണ് എപ്പോഴും ചെയ്യുന്നത്. സാധാരണ കുട്ടികൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് സ്ലോ ആയിട്ടാണെങ്കിൽ ഏമി എല്ലാം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അവിടെയൊക്കെ ആകെ ഒന്ന് ഓടി നടന്ന് എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ഏമി എത്തുന്നത് സ്ലൈഡ് ചെയ്യുന്ന തിങ്സിലോട്ട് തന്നെയാണ്. സോ അതിനടുത്ത് നമ്മുടെ ആ പാർക്ക് ക്ലീൻ ചെയ്യുന്നൊരു ചേട്ടനുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഈ പാർക്ക് ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഏമിയോട് കൊടുത്ത പ്രോമിസ് പ്രകാരം നമ്മൾ ആ ചേട്ടനോട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആ ചേട്ടൻ നമുക്കത് ഓപ്പൺ ചെയ്ത് തന്നത്. ആ അങ്കിളും ഒരു മലയാളി തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ എവിടെ ചെന്നാലും നമുക്ക് അത്യാവശ്യം മലയാളീസിനെ തന്നെ കാണാൻ പറ്റും. ഒരു മിനി കേരള എന്ന് തന്നെ നമുക്ക് ബാംഗ്ലൂരിനെ പറയാം. അങ്ങനെ ആൾ ടോട്ടലി പാർക്ക് എൻജോയ് ചെയ്യുവാണ്. ഊഞ്ഞാലാടിയും സ്ലൈഡ് ചെയ്തും ഓരോ റൈഡ്സിലൂടെ കയറിയും. സോ ഇത് ഏമിയുടെ ഒരു എന്താ പറയുക, ഈവൻ സ്കൂളാണെങ്കിൽ കൂടി ഇവളിതിനെ കണ്ടത് നമ്മളൊരു പാർക്കിൽ പോയതുപോലെ എന്ന് എനിക്ക് തോന്നുന്നു. സോ കുറച്ചധികം നേരം അവിടെ പ്ലേ ചെയ്തതിന് ശേഷം ഏമിക്കുട്ടി കുറച്ച് ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നാളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഏമിക്കുട്ടി ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. പിന്നെ നമുക്ക് 8:30 സ്കൂളിൽ എത്തേണ്ടത് കൊണ്ടും പെട്ടെന്ന് നമ്മൾ റെഡിയായി സ്കൂളിലേക്ക് പോന്നു. സോ അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന നിയർ ബൈ ആയിട്ടുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റ് കയറി ഏമിക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അതൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചു.
സോ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ കുട്ടി വ്ലോഗ്, ഏമിക്കുട്ടിയുടെ സ്കൂളിലേക്കുള്ള ഫസ്റ്റ് ടൈം വിസിറ്റ്. സോ നിങ്ങളെല്ലാവരും ഈ വ്ലോഗ് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഏമിക്കുട്ടിയുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ നമ്മളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.